തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സപ്തതി ആഘോഷം ഹൃദ്യാനുഭവമായി. ഉള്ളാട്ടിൽ രവീന്ദ്രന്റെ സപ്തതി ആഘോഷം മാങ്ങാട്ടിരി സോപാനത്തിൽ വെച്ച് റോട്ടറി ഇന്റർനാഷണൽ, ഓയിസ്ക ഇന്റർനാഷണൽ, റീ എക്കോ മാമാങ്കം ട്രസ്റ്റ് എന്നീ സംഘടനകളുടെ പൗര പ്രമുഖരുടെയും ഉള്ളാട്ടിൽ കുടുംബാംഗങ്ങളുടെയും സജീവ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. പുളിക്കൽ ശങ്കരോടത്ത് കോവിലകം അമ്പോറ്റി തമ്പുരാൻ മാനവേന്ദ്ര യോഗതിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. ഉള്ളാട്ടിൽ രണ്ടാം കാരണവർ U ഗോപിനാഥ് മേനോൻ അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി തറവാട്ടിലെ സഹായികളായി പ്രവർത്തിയെടുത്തവരെയും ഹരിതകർമ്മ അംഗങ്ങളെയും ആദരിച്ചു. ദേവേട്ടനെയും അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും ഉള്ളാട്ടിൽ തറവാട്ടിലെ എല്ലാ സുഖദുഃഖങ്ങളിലും മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് രവി. ഉള്ളാട്ടിൽ തറവാടിന് മുതൽക്കൂട്ടാണ്. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള സ്നേഹവും എല്ലാവരോടും കാണിക്കുന്ന സൗഹാർദ്ദപരമായ പെരുമാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും പേർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹിസൈനസ് മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാട് ബ്രഹ്മശ്രീ ശങ്കരോടത്ത് കോവിലകത്ത് അമ്പോറ്റി തമ്പുരാൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം തെക്കമ്പുറക്കൽ പുളിക്കൽ ശങ്കരോടത്ത് കോവിലത്ത് സർപ്പതന്ത്രം വിന്യസിപ്പിക്കുകയും കാവ് സംരക്ഷണം, പ്രകൃതി പരിപാലനം എന്നീ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയും പാരമ്പര്യ ഉപാസന, പൈതൃകം എന്നിവ പരിപോഷിപ്പിച്ചു വരികയും ചെയ്യുന്നു. 2022 അരിയിട്ട് വാഴ്ച നടത്തി അമ്പോറ്റി തമ്പുരാനായി യോഗാതിരിപ്പാട് എന്ന സ്ഥാനത്തിന് അവരോധിക്കപ്പെട്ടു. തമ്പുരാട്ടി അവിടെ എത്തി എന്നാണ് പറയണത്. അപ്പം അങ്ങനെ രക്ഷിച്ചത് അത് ശരിക്കും ഉള്ളാട്ടിൽക്കാരാണ്. അത് പറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അന്ന് ഇങ്ങനെ രക്ഷിച്ചു എന്നുള്ളത് അറിയാമെന്നല്ലാതെ മറ്റുള്ള രക്ഷിച്ചു അവരും പാലക്കാട് എവിടെ ഉണ്ട് ഇത്രേ അറിയുള്ളൂ. ഇന്നും അറിയില്ല അവർ പാലക്കാട് എവിടെ ഉണ്ടെന്ന്. പക്ഷേ ഇങ്ങനൊരു കാര്യം മാത്രം അറിയും. പക്ഷേ പിന്നെയാണ് ഇത് യോജിച്ച് വരുന്നത്. ഇങ്ങനെ അതൊരു അത്യപൂർവമായ ഒരു സംഘമായിരുന്നു. കാരണം ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകുന്നൊന്നും സ്വപ്നം ചെയ്ത് വിരിയിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു, അവിടത്തോട് കഴിയുന്നു, അങ്ങനെയൊക്കെയായി.
പിന്നെ ഇതൊക്കെ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ശരിക്കും പരദേവതമാരുടെയൊക്കെ തൊഴണം, പരദേവതമാരുടെ അനുഗ്രഹമൊക്കെ വേണം, ഇല്ലെങ്കിൽ നമ്മളെവിടെ എങ്ങനെയൊക്കെ ആരാധിച്ചാലും പോരാന്നായി തിരിച്ച് ഈ നാട്ടിലേക്ക് വരികയുണ്ടായി, ആരാധിക്കാനായിട്ട് ഈ നാട്ടിൽ വരികയുണ്ടായി. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാരമ്പര്യമായിട്ടുള്ള അരിയിട്ടുവാഴ്ച മുടങ്ങിയിരിക്കണം, അത് തുടരണം എന്നൊക്കെയായി. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് യാദർശികമായിട്ടാണ് രവിയേട്ടനെ ഞങ്ങൾ അറിയുന്നത്. അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്താ വെച്ചാൽ, എന്താണോ പൂർവ്വകാലത്ത് കോവിലകത്ത് നടന്നിരുന്നത്, കാരണം കോവിലകത്ത് അരിയിട്ടുവാഴ്ച നടക്കുമ്പോൾ കോലത്തെ അരിയിട്ടുവാഴ്ചയ്ക്ക് പ്രധാനിയായിട്ട് അല്ലെങ്കിൽ അവിടെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കേണ്ടത് തലച്ചന്തവന്മാരുടെ വംശമാണ്. രവിയേട്ടനെ അവിടെ വന്നു നിന്നു. അപ്പം അത് പ്രകൃതി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമ്മളൊന്നും നിശ്ചയിച്ചതല്ല. അങ്ങനെയാണ് ഈ ബന്ധം തുടരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു സ്നേഹ സൗഹൃദം ഇന്നും അതുപോലെ തന്നെ നടക്കണം. ഇപ്പോൾ കേട്ടുകേൾവിയേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ പൂർവികത്തിന് ഉള്ളാട്ടുകാർ അത്ര വലിയ ബന്ധമാണ്, അത്ര വലിയ ഉള്ളാട്ടുകാരോടുള്ള ബന്ധവും സ്നേഹവും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ഒക്കെ അങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അല്ലാതെ ഭൂരിഭാഗം പിന്നെ കഥ പറഞ്ഞു തരാനും ഞങ്ങളുടെ ആർക്കും അറിയില്ല. അവിടെ നിന്നൊക്കെ പോയതിനെ കൊണ്ട് ആർക്കും ഒന്നും അറിയില്ല. 1956 ആണ്ടിൽ ജൂൺ 1 ചതയം നക്ഷത്രത്തിൽ സൗഭാഗ്യവാൻ ശ്രീ ഉള്ളാട്ടിൽ രവീന്ദ്രൻ പൂജാതനായി. 1987 മെയ് 7 കോഴിക്കോട് പത്തായപ്പുരയിൽ ശ്രീമതി ഗിരിജയെ വിവാഹം കഴിച്ചു. 2000 സെപ്റ്റംബർ 15 സ്വന്തം വസതിയായ സോപാനത്തിൽ മക്കളായ നിതിൻ രവീന്ദ്രൻ, നിഖിൽ രവീന്ദ്രൻ എന്നിവരോടൊപ്പം താമസമാക്കി. കർമ്മരംഗത്തെ വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യവും സത്യസന്ധതയും ജീവിതത്തിലെന്നും പുലർത്തിയിരുന്ന ഊർജ്ജസ്വലതയും നിരാലംബരെ സഹായിക്കാനുള്ള നല്ല മനസ്സും ഏവരെയും അതിശയിപ്പിക്കുന്നതും മാതൃകയാക്കാവുന്നതുമാണ്. പുകഴ്പെറ്റൊരുള്ളാട്ടിൽ തറവാടിൻ അഭിമാന സ്തംഭമായി വാഴുന്ന സ്നേഹദീപം സപ്തതി തന്നിറവിൽ അഭിഷിക്തനായിന്നു രവീന്ദ്രനായുള്ളൊരു സൂര്യന്റെ അധിപൻ. സദവയം നമിക്കുന്നു പാതാരവിന്ദം സാമ്യസ്വരൂപന്റെ നെഞ്ചകം വാഴ്ത്തുവാൻ. സന്തതം പാതൃസ്നേഹത്തിനുറവായി സമരസമോടെ നമ്മെ നയിക്കുമ്പോൾ കുളത്തി വെച്ച് നിരപറ പരനിറപ്പും വെച്ച് ചെപ്പുമ്മേ ചെമ്പഴുക്ക വെച്ചില കെട്ടും വെച്ച് ചതുരത്തെ കുറിയും തൊട്ട് ശങ്കര ശരണമെന്നേ നേരെ കിഴക്കു നോക്കി എഴുത്തുകൊള്ളും മുമ്പേ അഷ്ടനാഗങ്ങളെ എല്ലാവിധ ആയുസ്സുകളും എല്ലാവിധ ദീർഘായുസ്സും നേർന്നുകൊണ്ട് എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ജീവിതത്തിലത്തെ ഓരോ നിമിഷവും രവിയേട്ടൻ ആസ്വദിക്കുകയാണ്. ആഘോഷിക്കാൻ പറ്റിയ ഒരവസരവും രവിയേട്ടൻ കളയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദർ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയയപ്പ് ചടങ്ങുകളിലൊക്കെ സാധാരണ ഞങ്ങൾ പറയും, 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ വടികുത്തിയിട്ട് വരിക, കണ്ണട 2 എണ്ണം വെച്ചിരിക്കുക, പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നും രവി ഈ സന്ദർഭത്തിലടക്കം
ഒരു കല്യാണച്ചക്കനായി നിൽക്കാനടക്കം ഗമയുള്ള ഒരാളാണ്. അതിൻ്റെ കാരണം എൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ടില്ല. ഗിരിജേനെ കണ്ടാലും ഇപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള വധുവായിട്ട് നിൽക്കണം. അപ്പോൾ അവരുടെയൊക്കെ കാര്യത്തിൽ ഞാൻ 70 വയസ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വയസ്സ് പറയാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കുടുംബക്കാരനും കൂടിയായ പ്രവീണിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ. അങ്ങനെയാണ് രവിയേട്ടനെ അങ്ങനെയാണ് രവിയേട്ടനെ നമ്മൾ കൂടുതൽ അടുത്തറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ 10 വർഷം മുന്നേ വാർഡ് മെമ്പറാണ്. നമ്മൾ നാട്ടിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുന്നേ സംസാരിച്ച ഒരാൾ പറഞ്ഞു, സാധാരണ ഹരിതകർമ്മസേന അംഗം തൊട്ടിട്ട് VIP വരെയുള്ള റേഞ്ചുള്ള ആളാണ് രവിയേട്ടൻ. അവരൊക്കെ ബന്ധം മാത്രമല്ല, പക്ഷെ അത് നിലനിർത്തി പോകുന്ന ഒരാൾ കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത് രവിയേട്ടൻ. ഓയിസ്ക ഒരു ഇൻ്റർനാഷണൽ പ്രസ്ഥാനമാണ്. ജപ്പാൻ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിലൊരു മഹത്തായ അംഗമാണ് ശ്രീ രവീന്ദ്രൻ. അപ്പോൾ ഇന്നലെ കാലാവസ്ഥ പ്രതിഫലിച്ചു. 2 ദിവസം ശക്തമായ മഴയായിരിക്കും. യാത്രകളൊക്കെ മാറ്റിവെക്കണം. ഞാൻ ഇന്നലെ വയനാട്ടിലേക്കുള്ള ട്രിപ്പ് മാറ്റിവെച്ചു. അപ്പോൾ ഇന്ന് തിരൂരിലേക്കുള്ള മാറ്റിവെക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇന്ന് കാലാവസ്ഥ പോലും മാറി. അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ നല്ലൊരു തെളിഞ്ഞ ഒരു അന്തരീക്ഷം ഇതാക്കി കൊടുത്തിരിക്കുകയാണ്. രവീന്ദ്രൻ സാറ്, കാരണം അദ്ദേഹം പട്ടാമ്പിയിൽ ഞങ്ങളുടെ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും അതിനുശേഷം പാലക്കാട് ജില്ലയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും പിന്നീട് തിരൂർ അദ്ദേഹം ഇവിടെ ചാപ്റ്റർ തുടങ്ങിയപ്പോഴും ഒക്കെ അദ്ദേഹം ഓരോ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുമ്പോഴും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞാൻ വളരെ ആദരവോടുകൂടി കാണാറുണ്ടായിരുന്നു. ഞാനും രവീന്ദ്രൻ ഞങ്ങൾ 65 മുതൽ 1971 വരെയാണ് തിരൂർ ബോയ്സിൽ പഠിച്ചത്. അന്ന് മുതൽക്ക് നല്ല ഒരു സംഘാടകൻ തന്നെയായിരുന്നു. പിന്നെ കൂടാതെ SLC പിരിഞ്ഞു പോയതോടുകൂടി പലരും പല വഴിക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ നവതി ആഘോഷിക്കാൻ ഉള്ളാട്ടിലും ഫാമിലിയും ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പാലക്കാട് യോഗാതിരിപ്പാട്, ബഹുമാനപ്പെട്ട കാണാൻ മൂസക്കുരുക്കൾ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളൊക്കെ എല്ലാവരും തന്നെ അദ്ദേഹത്തോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. മാമാങ്ക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഉള്ളാട്ടിൽ രവിയേട്ടൻ. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ശരിക്കും മാതൃകാപരമാണ്. 2014 തിരൂർ റോട്ടറി ക്ലബിൽ അംഗമായ അദ്ദേഹം leadership as the Korba Tirur Taluk president in 2021 and 2022-2023. He also became the Korba president of Malappuram branch. ഏറ്റവും അധികം നന്നായി കഴിയാൻ സാധിച്ചത് എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാമല്ല ഒരു പ്രത്യേക സഹകരണം തന്നെയാണെന്ന് പറയാം. കാരണം എനിക്ക് എന്തുകൊണ്ടും എടുത്തു പറയാം, പ്രൗഢിയോടുകൂടി പറയാം, ഉള്ളാട്ടിൽ തറവാട്ടിലെ യൂണിറ്റി എവിടെ ഉണ്ടാവില്ല. I really appreciate the way we continue our programs because of only the cooperation of my Ullatil family. തുടർന്ന് പുള്ളുവൻപാട്ട്, കൈക്കൊട്ടിക്കളി, ഗാനമേള, ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ കൂടിയുണ്ടായി. ഉള്ളാട്ടിൽ രവീന്ദ്രൻ നന്ദി പ്രകടനം നടത്തി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.